എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാർ ഒരു വിധത്തില് ആ ഒരു ഐലാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗ്രീൻ ബിറ്റ് ഐലാൻഡിൽ വെച്ചാണ് സീസറിന് ഡോഫ്ലമിംഗോയെ ഏൽപ്പിക്കാമെന്ന് ട്രഫാൽഗറിലോ വാക്ക് കൊടുത്തത്. സീസർ ആണെങ്കിൽ നിലവിളിക്കും, ഫ്ലമിംഗോ നീ എവിടെയാണ്, വേഗം വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോ. അപ്പൊ ഉസോപ്പും ട്രഫാൽഗർലോയും റോബിനും അവരാണെങ്കിൽ ആ ഐലാൻഡിന് ചുറ്റും നോക്കും. അവിടെയാണെങ്കിൽ എല്ലാം തന്നെ വളരെ ജയന്റ് സൈസിലായിരിക്കും അവർക്ക് കാണപ്പെടുക. അപ്പൊ ദൂരെയായിട്ട് ഒരു നേവി കപ്പല് ഇതെങ്ങനെ ഇവിടേക്ക് വന്നെന്ന് ചിന്തിച്ച് റോബിനാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് അതിനെ നോക്കും. അതിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് പഴയതാണെന്നും അവർക്ക് തോന്നുന്നില്ല. കടലിലൂടെ വന്ന ആ മോൺസ്റ്റർ ഫിഷുകൾ അറ്റാക്ക് ചെയ്യും. പിന്നെ എങ്ങനെ ഡാമേജുകൾ ഒന്നും സംഭവിക്കാതെ ഈ ഒരു കപ്പല് അത് ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവർ ചിന്തിക്കും. മാത്രമല്ല ചില പ്ലാൻസ് ഒക്കെ ആരോ പകുതി വെട്ടിവെച്ചതായിട്ടും അവർ ശ്രദ്ധിക്കും. സോ ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങും. കാരണം ഓൾറെഡി ഡോഫ്ലമിംഗോ നേവിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അതുകൊണ്ട് തന്നെ നേവിക്കാര് ഇനി ഡോഫ്ലമിംഗോയോടും അവന്റെ അസിസ്റ്റൻസിനോടും യാതൊരു ദയം കാണിക്കാൻ സാധ്യതയില്ല. സോ ഹാൻഡ് കഫോട് കൂടെ ഇവനിവിടെ വിട്ടിട്ട് പോയ ഈസർ ഒരു വാണ്ടഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നേവിക്കാര് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കും. ഇവിടെ റോബിനാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് തോന്നും. അവൾ ട്രഫാൽഗർലോയെ നോക്കും. അതിന് ലോ പറയും, അയ്യോ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നേവി ഒന്നും ഇപ്പൊ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിൽ സ്മോക്കർ ആണെന്നാണ്. ഞാൻ സ്മോക്കറിനോട് ഗ്രീൻ ബീറ്റിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. സീസർ ആണെങ്കിൽ തീർത്തു പറയും, ഇതിന് പിന്നിൽ നീ തന്നെയാണ്. എന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ് നീ ഇത്രയും പ്ലാൻ ഇട്ടത്. ട്രഫാൽഗർലോയുടെ ക്ഷമ നശിക്കും. നിങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാണോ? ഞാനും ഇപ്പൊ ഗവൺമെന്റിന്റെ ഒരു നോട്ടപ്പുള്ളിയാണ്. ഞാനും ലൂഫിയും ഒന്ന് ചേർന്ന കാര്യം ഈ ലോകം മുഴുവൻ അറിഞ്ഞു. സോ ഇനി അവരെന്നെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇതില് എനിക്ക് യാതൊരു പങ്കുമില്ല. നമ്മളിപ്പോ ചെയ്യേണ്ടത് നേവിക്കാരോ അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടത്. സോ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോയി അന്വേഷിക്കുക. ആരെങ്കിലും എന്തെങ്കിലും സംശയാസ്പദമായിട്ട് കണ്ടെത്തുകയാണെങ്കിൽ സിഗ്നൽ തരിക. എത്രയും വേഗം എല്ലാവരും അവിടേക്ക് എത്തും. റോബിനാണെങ്കിൽ സ്മാർട്ടായിട്ട് നടന്നു പോകും. അത് കണ്ട് ഉസോപ്പ്, റോബിൻ പ്ലീസ് എന്നെ വിട്ട് നീ പോവരുത്, എനിക്ക് ഒറ്റയ്ക്ക് ഇതുവഴി പോവാൻ ഭയങ്കര പേടിയാണ്. അവന്റെ പേടിയും വിഷമവും ഒക്കെ കണ്ട് റോബിനും അവനെ കൂട്ടി അവിടേക്ക് നടന്നു വരികയാണ്. അപ്പൊ അവര് കാണും ദൂരത്തായിട്ട് നേവിക്കാര് ഒരു കുറച്ചു പേരാണെങ്കിൽ ഗണ്ണൊക്കെ വെച്ച് ആരോ ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർ ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ നേവിക്കാരെ തന്നെ ഉറ്റുനോക്കും. ആ നേവിക്കാരാണെങ്കിൽ വിളിച്ചു പറയും, സ്ട്രോ ഹാറ്റ്സ് നിങ്ങൾ മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. ഉസോപ്പിനാണെങ്കിൽ ജീവൻ പോവും. അതിന് റോബിൻ പറയും, അവരുദ്ദേശിക്കുന്നത് നമ്മളെ അല്ല, മറ്റാരോ ആണ് അവരുടെ ഓപ്പണന്റ് ആയിട്ടുള്ളത്. നമ്മളാണെന്ന് കരുതിയാണ് നമ്മുടെ പേര് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നേവിക്കാരോട് ചോദിക്കും, നിങ്ങൾ നല്ല ആൾക്കാരാണോ അതോ ചീത്ത ആൾക്കാരാണോ? അതിന് നേവിക്കാരാണെങ്കിൽ ഞങ്ങൾ നേവിയാണ്, ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. സോ മര്യാദയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് വാ. ഇതിന് ഓപ്പോസിറ്റ് ഉള്ളവർ പറയും, ഓക്കെ ഞങ്ങൾ പുറത്തേക്ക് വരാം, പക്ഷെ നിങ്ങളുടെ ആയുധങ്ങൾ അത് നിങ്ങൾ ഞങ്ങൾക്ക് സറണ്ടർ ചെയ്യണം. നേവിക്കാരാണെങ്കിൽ അതിന് തയ്യാറാവില്ല. നേവിക്കാർ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സെക്കൻഡുകൾ കൊണ്ട് ഓപ്പോസിറ്റ് ഉള്ളവരെല്ലാവരും ഓടിച്ചാടി വന്ന് ആൾക്കാരുടെ കയ്യിലുള്ള ഗണ്ണും തൊപ്പിയും ഒക്കെ തന്നെ അടിച്ചു മാറ്റുകയാണ്. ഓപ്പോസിറ്റ് ആരാണ് ഉള്ളതെന്നും അവരുടെ സാധനങ്ങൾ അതാരാണ് അടിച്ചു മാറ്റിയെന്ന് പോലും നേവിക്കാർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പോലും കഴിയില്ല. അവര് തൊപ്പിയും വെപ്പൻസും മാത്രമല്ല അവരുടെ പാന്റും ഷർട്ടും ഒക്കെ തന്നെ അടിച്ചു മാറ്റും. നേവിക്കാരാണെങ്കിൽ പേടിച്ച് അവിടുന്ന് ജീവനം കൊണ്ട് ഓടുകയാണ്. റോബിനാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ അങ്ങനെ അവളുടെ കൈ നീട്ടി ആ നേവിക്കാരുടെ ഓപ്പണന്റ് ടീമിനെ അതിലൊരാളെ കറക്റ്റായിട്ട് അങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അവരും മനുഷ്യർ തന്നെയാണ്, പക്ഷെ സൈസ് വളരെ കുറഞ്ഞവരാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സോറയെ കാണിക്കും. അവന്റെ ബോഡിയിലും റോബിൻ പിടിച്ചതുപോലെ വളരെ ചെറിയ സൈസുള്ള കുറുകിയ ഒരു മനുഷ്യ സ്ത്രീ. അവളാണെങ്കിൽ സോറയ്ക്ക് ഓരോ റൂട്ടുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഓരോ അവന്റെ സ്ക്വാഡ് അത് പിടിച്ചു വലിച്ച സമയം ആ ഒരു വലിയ ബണ്ടില് അത് അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ്. സോറോ ചാക്കിന്റെ മുകളിലേക്ക് നോക്കും. അതിലാണ് ആ കുഞ്ഞിപ്പെണ്ണിനെ ആദ്യമായിട്ട് അവൻ കാണുക. സോറോ അവളെ പിടിച്ച് ആരാണ്, എന്താണ്, നീ മനുഷ്യൻ തന്നെയാണോ ചോദിക്കും. അതിന് അവള് പറയും, അതെ ഞാൻ ലിറ്റിൽ ട്രൈബിൽ ചേർന്ന ഒരു മെമ്പറാണ്. എന്നെ കണ്ടതും നീ എന്നെ പിടിച്ച കാര്യവും ദയവ് ചെയ്ത് ആരോടും പറയരുത്. സോറോ ആണെങ്കിൽ അതിനെ താഴെ വെക്കും. അത് നടക്കാനായിട്ട് നോക്കും. പക്ഷെ അതിന്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിനെ കൊണ്ട് നടക്കാൻ കഴിയാതെ അതിപ്പോ താഴേക്ക് വീഴുകയാണ്. സൈസ് ചെറുതാണെങ്കിലും അതിന് ഭയങ്കര പവറാണ്. അതിന്റെ തല നിലത്ത് മുട്ടിയതില് ആ ഒരു തറ അത് തന്നെ തകർന്നു പോകും. അവളുടെ ശക്തി കണ്ട് സോറോ പോലും വണ്ടടിക്കും. അവള് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നെ എന്റെ ഐലാൻഡിലേക്ക് കൊണ്ടുപോകാമോ? ആക്ച്വലി ഞാൻ നിന്റെ സ്ക്വാഡ് അടിച്ചു മാറ്റിയതല്ല, ഇവിടെയുള്ള എല്ലാവരും വിരോധാന്ന് പറഞ്ഞ് ഇതൊക്കെ എനിക്ക് തരാറ് പതിവുള്ളതാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് പോണം. ഡോഫ്ലമിംഗോയുടെ അടുത്ത് പോയി എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ആ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ പൈററ്റ്സിനെയും കപ്പലിനെ എല്ലാം അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞിരുന്നു. അത് കേട്ട് സോറോ അവൻ ഷോക്കാവും.
കാരണം കപ്പലിലുള്ളത് നാമിയും ബ്രൂക്കും ചോപ്പറും ആ കുട്ടി പയ്യനുമാണ്. സത്യം പറ, ഡോഫ്ലമിംഗോയുടെ ആൾക്കാര് അവര് കപ്പലിനെ അറ്റാക്ക് ചെയ്യുന്നത് നീ കണ്ടോ? അതിനവളാണെങ്കിൽ നിലത്ത് കൈയിട്ട് അടിക്കും. ഞാൻ ഒരിക്കലും അതൊന്നും പറയില്ല, അത് ഞാൻ ചെയ്യുന്ന വലിയ ചതിയാണ്. പക്ഷെ അവർ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണെന്ന് പൊട്ടത്തി വിളിച്ചു പറഞ്ഞ് വീണ്ടും വീണ്ടും കൈയിട്ട് അടിക്കാൻ തുടങ്ങും. അവളുടെ ആ ഒരു അടിയുടെ പവറിൽ ബിൽഡിംഗ് മുഴുവൻ തകർന്ന് വീഴുകയാണ്. അവളെ ചുരുട്ടി കയ്യിലെടുക്കും. അതിനുശേഷം എങ്ങനെയെങ്കിലും ഈ കാര്യം ലൂഫിയെയും ബാക്കിയുള്ളവരെ അറിയിക്കണം ചിന്തിച്ച് അവൻ ചുറ്റും നോക്കും. അവരുടെ കയ്യില് അവരെ അറിയിക്കാൻ ട്രാൻസ്പോർട്ടേഴ്സ് നെയിലില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഓരോയ്ക്കാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ലാതെ എത്രയും വേഗം എനിക്ക് കപ്പലിന്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. അതിനാ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ, ഹലോ, നീ എവിടേക്കാ ഈ ഓടണേ? അവിടേക്കല്ല കടല്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നിനക്ക് പറ്റുമെങ്കിൽ എന്നെ എന്റെ ഐലാൻഡിൽ ഒന്ന് എത്തിച്ചു തരുമോ? നിന്നെ കടലിലേക്ക് നിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോകാനുള്ള ഡയറക്ഷൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണ് സോറോ അവളെയും കൂട്ടി ഓടാനായിട്ട് തുടങ്ങിയത്. അവളാണെങ്കിൽ അവരുടെ ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം സോറോയോട് പറയും, ഡോഫ്ലമിംഗോ ഓൾറെഡി സ്ട്രോ ഹാറ്റ് ലൂഫിയ ടീമിനെ കണ്ടുപിടിക്കാനും അവരെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ നേരത്തെ തന്നെ ഇട്ടിരുന്നു. ആ ഡോഫ്ലമിംഗോയ്ക്ക് സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ മേലെ മാത്രമല്ല ഞങ്ങളുടെ മേലെയും ചെറിയൊരു കണ്ണുണ്ട്. സോ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവളാണെങ്കിൽ ഇപ്പോ സോറോയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കും. സോറോ ആണെങ്കിൽ അവൾ പറഞ്ഞ വഴിയിലൂടെ അല്ലാതെ തെറ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടും. യു ആർ അൺബിലീവബിൾ, നീ ഇത്രയും വലിയൊരു മണ്ടനായിരുന്നോ? ആ സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് ഓടേണ്ടതെന്ന് പറയും. സോറോ 2 വട്ടം ആ സ്റ്റെപ്പിന് ചുറ്റും റൗണ്ട് ചെയ്ത് പിന്നീടായിരിക്കും ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി ഓടുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ മാൻഷൻ കാണിക്കുകയാണ്. ആ അപ്പാപ്പനാണെങ്കിൽ ഇപ്പോഴും ഫുൾ കലിപ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ സ്ട്രോ ഹാറ്റ് ലൂഫി അവനെ എന്റെ കയ്യിൽ കിട്ടണം. അടുത്തതായിട്ട് സി ബ്ലോക്കിന്റെ ഫൈറ്റാണ്. ആ ഫൈറ്റിന്റെ ഇടയിൽ അവനെ ഞാൻ തല്ലി കൊല്ലൂന്ന് പറഞ്ഞ് അങ്ങനെ കലി കയറി നിൽക്കുകയാണ്. ആളുടെ അസിസ്റ്റൻസ് 2 പേര് ആ അപ്പാപ്പനെ കാം ഡൗൺ ആക്കും. ഇപ്പൊ നമ്മള് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയ ഇവർ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. നമ്മുടെ ലക്ഷ്യം അത് നമുക്ക് നേടിയെടുക്കാനാവില്ല എന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് മുകളില് നമ്മുടെ ചെക്കൻ ലൂഫി അവനാണെങ്കിൽ ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. മൈ ഗോഡ്, ഇയാൾക്ക് ഇതുവരെ എന്നോടുള്ള ദേഷ്യം അടങ്ങിയില്ലേ ചിന്തിച്ച് ലൂഫി ആണെങ്കിൽ ആളെ തന്നെ നോക്കും. കട്ട് ചെയ്ത ഇവിടെ ആ വയലറ്റ് അവളാണെങ്കിൽ നമ്മുടെ സാഞ്ചിയെ കണ്ണുരുട്ടി നോക്കുകയാണ്. സാഞ്ചി അവൻ ഒരുപാട് അടിയിടിയൊക്കെ കിട്ടി ചോര ഒലിപ്പിച്ച് താഴെ കിടക്കും. സാഞ്ചി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വമ്പൻ ട്വിസ്റ്റ്. അവള് കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് സാഞ്ചിയോട് ചോദിക്കും, നീ ആ സ്ട്രോ ഹാറ്റ് പൈററ്റിന്റെ ടീമിലുള്ള സാഞ്ചി അല്ലേ? നീ ഇത്രയും വീക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സാഞ്ചി തല്ലി ഇടിയിപ്പിച്ചവരെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും സാഞ്ചി അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ്. ആക്ച്വലി ഇവളും ആ ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ പെട്ട ഒരു മെമ്പറാണ്. ആക്ച്വലി ഇവരെല്ലാവരും ആ പെണ്ണിന്റെ അവളുടെ അസിസ്റ്റൻസ് ആണ്. അവരാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ നോക്കി കളിയാക്കും. ഉടനെ സാഞ്ചി, വയലറ്റ്, എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല. നീ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എന്താ സംഭവിക്കണേ? വയലറ്റ് ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നീ എന്താ ഈ പറയണേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഞാനിതെല്ലാം നിന്നെ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ട്രാപ്പാണ്. പക്ഷെ സാഞ്ചി ആണെങ്കിൽ അപ്പോഴും തീർത്തു പറയും, ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇതൊരു ബാഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? നീയും ഇവരുടെ ഇടയിൽ പെട്ടാണ് എങ്ങനെയായി തീർന്നത്. നീ ഒരു വാക്കു പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ രക്ഷിക്കാം. അതിനവൾ ചാടി വന്ന് സാഞ്ചിയുടെ മുഖത്ത് ഒരൊറ്റ കിക്ക്. അതിനുശേഷം അവളുടെ സ്പെഷ്യൽ പവർ ഉപയോഗിക്കും. മറ്റുള്ളവരുടെ മൈൻഡിലുള്ള കാര്യം അത് മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് അവളുടെ കഴിവ്. നിന്റെ മനസ്സിലുള്ള കാര്യം അതെനിക്കറിയാന്ന് പറഞ്ഞ് അവള് സാഞ്ചിയുടെ മൈൻഡ് റീഡ് ചെയ്യാണ്. അവന്റെ മൈൻഡിലാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുപോലെ അവൻ ലേഡീസിന് എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നു, അവർ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കും. ഓ മൈ ഗോഡ്, ഇതുപോലുള്ള ഒരാളെ ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. സാഞ്ചി ആണെങ്കിൽ വീണ്ടും അവളോട് പറയും, ആരൊക്കെ വന്നാലും നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. നിന്റെ കണ്ണീരിലെ സത്യം അത് ഞാൻ മനസ്സിലാക്കുന്നു. അത് കേട്ട് ഇപ്പൊ അവളുടെ മനസ്സലിയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.